ഹായ് ഓൾ, iPlus ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ കെമിസ്ട്രി ലീഗൽ മെട്രോളജി 2023 നടന്നിട്ടുള്ള എക്സാമിൻ്റെ കെമിസ്ട്രി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് 54ാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കെമിസ്ട്രി പാർട്ടിൽ 5ാമത്തെ ചോദ്യമാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, what is the unit of interplanar distance d in the Bragg's equation? നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്രിസ്റ്റൽ സിസ്റ്റംസുമായിട്ട് ബന്ധപ്പെട്ടത് അല്ലേ. ഇപ്പം 4 സ്പീഷീസ് തന്നിട്ട് അത് ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ള ഒരു ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സോളിഡ് സ്റ്റേറ്റ് അത്യാവശ്യം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ്. രണ്ടാമത്തെ ചോദ്യമാണ്, ആ ഒരു സെക്ഷനിൽ നിന്നുള്ള രണ്ടാമത്തെ ചോദ്യമാണ്. അപ്പോൾ നോക്കിക്കേ, what is the unit of interplanar distance d in the Bragg's equation? Bragg's equation അകത്ത് interplanar ഡിസ്റ്റൻസിനെ നമ്മൾ d വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, ആ interplanar ഡിസ്റ്റൻസ് ഡിയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം നോക്കിക്കേ, ഈ 2d sin theta is equal to n lambda എന്നുള്ള ഇക്വേഷൻ ആണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. ഓക്കെ, 2d sin theta is equal to n lambda എന്നുള്ളതാണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. ഇതിനകത്ത് തീറ്റ എന്ന് പറയുന്നത് ഗ്ലാൻസിങ് ആംഗിൾ ആണ്. ഓക്കെ, ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, നമ്മൾ ഡെറിവേഷൻ്റെ സമയത്ത് അവിടെ ഒരു ആംഗിൾ കൺസിഡർ ചെയ്യും, അതാണ് തീറ്റ എന്ന് പറയുന്നത്, ഗ്ലാൻസിങ് ആംഗിൾ എന്ന് പറയും കേട്ടോ. ഡി ആണ് ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ്, രണ്ട് പ്ലെയിൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസിനെയാണ് ഡി എന്ന് ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. എൻ എന്ന് പറയുന്നത് ഓർഡർ, അത് നമുക്ക് ക്വസ്റ്റ്യനകത്ത് ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ, തേർഡ് ഓർഡർ എന്നൊക്കെ തരുവാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 1, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ എന്നിൻ്റെ വാല്യൂ 2, തേർഡ് ഓർഡർ ആണെന്നുണ്ടെങ്കിൽ എന്നിൻ്റെ വാല്യൂ 3, അങ്ങനെ വരും. ഓക്കെ, ദെൻ ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത്. ഇത്രയാണ് ടേംസ് ഇതിനകത്ത് വരുന്ന ടേംസ്. അപ്പോൾ 2d sin theta is equal to n lambda എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രാഗ്സ് ഇക്വേഷൻ. ഓക്കെ, അപ്പം നമുക്ക് ചോദിച്ചിട്ടുള്ളത് ഇതാണ്, ഈ ബ്രാഗ്സ് ഇക്വേഷനകത്തുള്ള ഈ ഡിയുടെ യൂണിറ്റ് എന്താണ് എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, ഈ ബ്രാഗ്സ് ഇക്വേഷൻ കറക്റ്റ് ഫോർമാറ്റ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ള ചോദ്യവും ചോദിക്കാറുണ്ട്. നമ്മുടെ ലാസ്റ്റ് ടൈമിൽ നടന്ന HSCയുടെ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ ഈ ഇക്വേഷനും ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. 2d sin theta is equal to n lambda. എന്നിട്ട് അവർ പല രീതിയിൽ തരും, d is equal to n lambda by 2 sin theta, അല്ലെങ്കിൽ d is equal to 2 sin theta by n lambda, അങ്ങനെ പല രീതിയിൽ അവർ മാറ്റി മറിച്ചുമൊക്കെ ഇട്ട് തരും കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റ് പഠിച്ചു വെച്ചാൽ പിന്നെ അതിനെ റീഅറേഞ്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ പൈക്കോമീറ്റർ ആണോ, നാനോമീറ്റർ ആണോ, മില്ലിമീറ്റർ ആണോ, മൈക്രോമീറ്റർ ആണോ എന്നാണ് ചോദ്യം. വായിച്ചു നോക്കിക്കേ. In the Bragg's equation, n lambda is equal to 2d sin theta. The unit of the interplanar distance d must be same as the unit of the X-ray wavelength for the calculation to be dimensionally consistent. X-ray wavelengths and atomic distances are commonly expressed in Armstrong, picometers or nanometers. അപ്പം നമ്മുടെ വേവ് ലെങ്ത് നമ്മൾ യൂഷ്വലി ഏത് യൂണിറ്റിലാണോ മെഷർ ചെയ്യുന്നത്, 2d sin theta is equal to n lambda ഉണ്ടല്ലോ. അപ്പോൾ ആ ലാംഡയുടെ മെഷർമെൻറ്റ്, വേവ് ലെങ്തിൻ്റെ മെഷർമെൻറ്റ് നമ്മൾ ഏത് യൂണിറ്റിലാണോ ക്യാരിഡ് ഔട്ട് ചെയ്യുന്നത്, സെയിം യൂണിറ്റിൽ തന്നെയാണ് ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഡിയുടെയും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം യൂഷ്വലി നമ്മൾ വേവ് ലെങ്ത് ഏത് യൂണിറ്റിലാണ്, ഒന്നെങ്കിൽ ആംസ്ട്രങ്, അല്ലെങ്കിൽ നാനോമീറ്റർ, അല്ലെങ്കിൽ പൈക്കോമീറ്റർ, ഈ 3 യൂണിറ്റ്സിലാണ് നമ്മൾ വേവ് ലെങ്ത് സാധാരണ എക്സ്പ്രസ് ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പം സെയിം ആംസ്ട്രങ്, നാനോമീറ്റർ അല്ലാന്നുണ്ടെങ്കിൽ പൈക്കോമീറ്റർ ആണ് നമ്മൾ എവിടെയും എന്ത് എക്സ്പ്രസ് ചെയ്യാനായിട്ടും സാധാരണ യൂസ് ചെയ്യുക, ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഡി എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആംസ്ട്രങ് ആണ്. അപ്പോൾ ആംസ്ട്രങ് നമ്മുടെ ഓപ്ഷനിലില്ല. പിന്നെ വരുന്നത് ആംസ്ട്രങ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അടുത്ത് വരുന്ന വാല്യൂ എന്താണ്, നാനോമീറ്റർ ആണ്. നാനോമീറ്ററിലും അല്ലാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ പൈക്കോമീറ്റർ ഓപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആംസ്ട്രങ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്റർപ്ലാനാർ ഡിസ്റ്റൻസ് ഡിയെ മെഷർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് കൂടുതലും ഇഫക്റ്റീവ്ലി യൂസ് ചെയ്യുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി നാനോമീറ്റർ ആണ് കേട്ടോ. സോ അതാണ് ശരിയായിട്ട്. പൈക്കോമീറ്ററിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യാറുണ്ട്. ഇൻ കേസ് നമുക്ക് നാനോമീറ്ററിൽ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പൈക്കോമീറ്റർ എക്സ്പ്രസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുള്ളൂ കേട്ടോ. ഒന്നെങ്കിൽ ആംസ്ട്രങ്, അതല്ലാന്നുണ്ടെങ്കിൽ നാനോമീറ്ററിലാണ് നമ്മൾ യൂഷ്വലി എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക പരീക്ഷകൾക്കും ചോദ്യം വരുന്ന ഒരു ഏരിയയാണ് നമ്മുടെ റൗൾസ് ലോയുമായിട്ട് ബന്ധപ്പെട്ട്
പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾസ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന എക്സാമ്പിൾസിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള ചോദ്യം. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള HSA ഫിസിക്കൽ സയൻസിന്റെ എക്സാമിൽ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. 4 ഓപ്ഷൻ തന്നിട്ട് നെഗറ്റീവ് ഡീവിയേഷൻ ആണോ പോസിറ്റീവ് ഡീവിയേഷൻ ആണോ എന്നുള്ളത് ഞാൻ ഓർക്കുന്നില്ല. എന്തായാലും ഒന്നുകിൽ നെഗറ്റീവ് ഓർ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സ്പീഷീസിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു പെയറിനെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം ഉണ്ടായിരുന്നു. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ഒന്നെങ്കിൽ ഈ ചോദ്യം പോസിറ്റീവ് ഡീവിയേഷൻ അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ കാണിക്കുന്ന പെയറിനെ ഐഡന്റിഫൈ ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. ഇത് രണ്ടും നമ്മുടെ സൊല്യൂഷൻസ് ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യം മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും കാണുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റാണ് റൗൾട്ട്സ് ലോയുമായിട്ട് ബന്ധപ്പെട്ട് ദ സൊല്യൂഷൻസ് വിച്ച് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ആൻഡ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ക്ലോറോഫോം അസെറ്റോൺ ആണോ, വാട്ടർ HCl ആണോ, എത്തനോൾ ടു പ്രൊപ്പനോൾ ആണോ, എത്തനോൾ ബെൻസീൻ ആണോ? ഇതിൽ ആരാണ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ കാണിക്കുന്നത്? അപ്പൊ എന്താണ് റൗൾട്ട്സ് ലോ, എന്താണ് ഈ പറയുന്ന പോസിറ്റീവ് ഡീവിയേഷൻ, എന്താണ് ഈ പറയുന്ന നെഗറ്റീവ് ഡീവിയേഷൻ എന്നൊക്കെ ആദ്യം നമുക്കൊന്ന് നോക്കാം. അപ്പൊ റൗൾട്ട്സ് ലോ എന്താണെന്ന് നോക്കിക്കേ. The partial pressure of the components of an ideal mixture of liquids is equal to the product of the vapor pressure of the pure component and its mole fraction in the mixture. എന്താ പറയുന്നത്? the partial pressure of the component of an ideal mixture of liquid. നമ്മളൊരു ഐഡിയൽ മിക്സ്ചർ ഓഫ് ലിക്വിഡ് കൺസിഡർ ചെയ്തു. അതിനകത്തുള്ള ഒരു കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? പ്രോഡക്റ്റ് ഓഫ് ദി വേപ്പർ പ്രഷർ. ഇവിടെ സ്റ്റാർ എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത് പ്യുവർ കമ്പോണന്റ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റാർ. അപ്പം പി സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ഇൻറ്റു എക്സ് എന്താണ്? മോൾ ഫ്രാക്ഷൻ. ഓക്കെ, അപ്പം പാർഷ്യൽ പ്രഷർ ഓഫ് എ കമ്പോണന്റ് ഇൻ ആൻ ഐഡിയൽ ഗ്യാസ് ഇസ് ഈക്വൽ ടു ദി പ്രോഡക്റ്റ് ഓഫ് ദി എന്താണ്? വേപ്പർ പ്രഷർ ഓഫ് ദ പ്യുവർ കമ്പോണന്റ് ആൻഡ് ഇറ്റ്സ് മോൾ ഫ്രാക്ഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ റൗൾട്ട്സ് ലോ. ഒരു ഐഡിയൽ സൊല്യൂഷനകത്തുള്ള ഒരു കമ്പോണന്റിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്തിൻ്റെയൊക്കെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം? അവരുടെ വേപ്പർ പ്രഷർ, പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറിൻ്റെയും അതേപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ്റെയും കൂടെ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. അതാണ് നമ്മുടെ റൗൾട്ട്സ് ലോ പറയുന്നത്. ഓക്കെ, അതിനകത്ത് പി എന്ന് പറയുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണന്റ് ആണ്. പി സ്റ്റാർ എന്ന് പറയുന്നത് വേപ്പർ പ്രഷർ ഓഫ് ദി പ്യുവർ കമ്പോണന്റ് ആണ്. ദെൻ എക്സ് എന്ന് പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, if the vapor pressure of the mixture is lower than expected from the Raoult's law, then the mixture shows a negative deviation. ഇനി ഒരു മിക്സ്ചറിന്റെ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിൽ കുറവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം അവർ റൗൾട്ട്സ് ലോയിൽ നിന്നും ഒരു നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നു. ഓക്കെ, ഇനി കമ്പോണന്റിന്റെ വേപ്പർ പ്രഷർ നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം എക്സ്പെക്ട് ചെയ്യുന്ന വേപ്പർ പ്രഷറിനെക്കാട്ടിൽ കൂടുതലാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം അവർ റൗൾട്ട്സ് ലോയിൽ നിന്നൊരു പോസിറ്റീവ് ഡീവിയേഷൻ, ഒരു പോസിറ്റീവ് വ്യതിയാനം കാണിക്കുന്നു. അതായത് നമ്മൾ യൂഷ്വലി ഒരു കമ്പോണന്റ് എക്സിബിറ്റ് ചെയ്യുന്ന പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ എത്ര ആണ് എന്നുള്ളത് നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം P = P സ്റ്റാർ ഇൻറ്റു അല്ലെങ്കിൽ P = P സ്റ്റാർ ഇൻറ്റു കൈ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ട് കമ്പോണൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ PA = P സ്റ്റാർ ഇൻറ്റു കൈ എ ആൻഡ് PB = P സ്റ്റാർ ഇൻറ്റു കൈ ബി എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിച്ചു വെക്കും. ഓക്കെ, അപ്പം നമ്മൾ അത് റൗൾട്ട്സ് ലോ പ്രകാരം നമുക്ക് കിട്ടുന്ന വേപ്പർ പ്രഷർ ആണ്. ഓക്കെ, ഇനി നമ്മൾ അവരുടെ ആക്ച്വൽ വേപ്പർ പ്രഷർ നോക്കുമ്പോൾ നമ്മൾ റൗൾട്ട്സ് ലോ പ്രകാരം കണ്ടുപിടിച്ച വേപ്പർ പ്രഷറിനെക്കാട്ടിൽ കുറവാണ് അവരുടെ വാല്യൂ എങ്കിൽ നമുക്ക് പറയാം ദേ ഷോ എ നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. ഇൻ കേസ് അത് കൂടുതലാണ് അവരുടെ വാല്യൂ എങ്കിൽ നമുക്ക് പറയാം ദേ ഷോ എ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾട്ട്സ് ലോ. അപ്പൊ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന പെയേഴ്സ് ആരൊക്കെയാണ്, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന പെയേഴ്സ് ആരൊക്കെയാണ്, അത് കൃത്യമായിട്ട് കാണാതെ പഠിച്ചു വെച്ചിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രം നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാനായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിരിക്കേണ്ടതായിട്ടുള്ള കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നോക്കിക്കേ, നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? അസെറ്റോൺ ക്ലോറോഫോം പെയർ നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. HCl വാട്ടർ മിക്സ്ചർ, HCl വാട്ടർ മിക്സ്ചറും നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ്. അസെറ്റോൺ ക്ലോറോഫോം HCl വാട്ടർ ഒക്കെ എന്താണ്?
ഈ പറയുന്ന പോലെ നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരാണ്. അതേപോലെ തന്നെ പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരാണ് ക്ലോറോഫോം എത്തനോൾ ഉണ്ട്, എൻഹെപ്റ്റെയിൻ എത്തനോൾ ഉണ്ട്, ക്ലോറോഫോം എത്തനോൾ ഉണ്ട്, എൻഹെപ്റ്റെയിൻ എത്തനോൾ ഉണ്ട്, ദെൻ എത്തനോൾ ബെൻസീൻ ഉണ്ട്, ദെൻ ബെൻസീൻ മെത്തനോൾ ഉണ്ട്. ഓക്കെ, ഇപ്പൊ ക്ലോറോഫോം എത്തനോള്, എൻഹെപ്റ്റെയിൻ എത്തനോള്, ബെൻസീന് എത്തനോള്, ബെൻസീന് മെത്തനോൾ. ഓക്കെ, ഇതെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നവരുടെ എക്സാമ്പിൾസ് ആണ്. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് എന്തിന്റെ എക്സാമ്പിൾ ആണ്? നമുക്ക് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ? ഇപ്പൊ ക്ലോറോഫോം അസറ്റോണും പിന്നെ വാട്ടർ HCl ഒക്കെ നമ്മൾ എന്തിന്റെ എക്സാമ്പിളാണ്? ക്ലോറോഫോം അസറ്റോണും വാട്ടർ HCl ഒക്കെ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരാണ് അല്ലേ? അതേപോലെ എത്തനോൾ 2 പ്രപ്പനോളും നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്ന എക്സാമ്പിൾ ആണ്. ആൻഡ് എത്തനോൾ ബെൻസീൻ നമ്മൾ പഠിച്ചല്ലോ എന്താ? എത്തനോൾ ബെൻസീന് പോസിറ്റീവ് ഡീവിയേഷന്റെ എക്സാമ്പിൾ ആണ്. എത്തനോൾ ബെൻസീന്, ബെൻസീൻ മെത്തനോള്, ദെൻ ക്ലോറോഫോം എത്തനോള്, then എൻഹെപ്റ്റെയിൻ എത്തനോൾ, ഇതെല്ലാം പോസിറ്റീവ് ഡീവിയേഷൻസിന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ തന്നിട്ടുള്ള കൂട്ടത്തിൽ ആരാണ് പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾട്ട്സ് ലോ കാണിക്കുന്നത്? എത്തനോൾ ബെൻസീൻ മിക്സ്ചർ ആണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പല സോഴ്സസിൽ നിന്നും ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്. നിങ്ങൾ പരമാവധി കിട്ടുന്ന എക്സാമ്പിൾസ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതും പോസിറ്റീവ് ഡീവിയേഷൻസ് കാണിക്കുന്നതുമായിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ എക്സാമ്പിൾസും നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കുക. മിക്ക പരീക്ഷകൾക്കും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ കൂടിയാണ്. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 56ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദി കോസ് ഫോർ ഇൻക്രീസ് ഓഫ് ദി മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡൈല്യൂഷൻ ഇൻ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്? അപ്പൊ എന്താ നോക്കിക്കേ, വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കോസ് ഓഫ്, ഇവിടെ 4 ഇഫക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. വെയിൻ ഇഫക്റ്റ്, ഖറാഷ് ഇഫക്റ്റ്, അസിമെട്രിക് ഇഫക്റ്റ്, പെറോക്സൈഡ് ഇഫക്റ്റ്. അപ്പൊ ഇതിൽ ഏത് ആണ് ഇൻക്രീസ് ഓഫ് മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡൈല്യൂഷൻ ഇൻ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഇൻക്രീസിങ് ഡൈല്യൂഷൻ കൂട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് മോളാർ കണ്ടക്ടൻസ് കൂടുന്നതിനുള്ള റീസൺ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇഫക്റ്റ് ഏതാണ് എന്നാണ് ചോദ്യം. ഓക്കെ, വെയിൻ ഇഫക്റ്റ് ആണോ, ഖറാഷ് ഇഫക്റ്റ് ആണോ, അസിമെട്രിക് ഇഫക്റ്റ് ആണോ, പെറോക്സൈഡ് ഇഫക്റ്റ് ആണോ? അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഡൈല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ലോ ഏതാണ് എന്നാണ് ഇൻഡയറക്ട്ലി നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം. The decrease in the mobilities of the ions in concentrated solution can be explained in terms of 3 effects. Okay. ഒരു കോൺസെൻട്രേറ്റഡ് സൊല്യൂഷന്റെ കേസിൽ നമ്മളിവിടെ പറഞ്ഞു, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഡൈല്യൂഷൻ നടക്കുമ്പോഴാണ് അവരുടെ കണ്ടക്ടിവിറ്റി കൂടുന്നത്. എങ്ങനെയാ? മൊബിലിറ്റി കൂടുന്നു, കണ്ടക്ടിവിറ്റി കൂടുന്നു അല്ലെ? അപ്പോൾ കോൺസെൻട്രേറ്റഡ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന സമയത്ത് അവരുടെ മൊബിലിറ്റി കുറവായിരിക്കും, അവരുടെ കണ്ടക്ടിവിറ്റിയും കുറവായിരിക്കും അല്ലെ? അപ്പോൾ ദ ഡിക്രീസ് ഇൻ ദ മൊബിലിറ്റി ഓഫ് അയോൺസ് ഇൻ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ അയോൺസിന്റെ മൊബിലിറ്റി കുറയുന്നത്? അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമ്മൾ പ്രധാനമായിട്ടും 3 ഇഫക്റ്റുകളെ ബേസ് ചെയ്തിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അസിമെട്രിക് ഇഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോഫോററ്റിക് ഇഫക്റ്റ് ഉണ്ട്, വിസ്കസ് ഇഫക്റ്റ് ഉണ്ട്. ഈ 3 ഫാക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഹയർ കോൺസെൻട്രേഷൻസിൽ അവരുടെ മൊബിലിറ്റി ഓഫ് അയോൺസ് യൂഷ്വലി കുറവായിട്ട് കണ്ടുവരാനായിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ ഒരു ഡിക്രീസ് കണ്ടുവരാനായിട്ടുള്ള മെയിൻ റീസൺ. ഓക്കെ, അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇഫക്റ്റ് ആണ് അസിമെട്രിക് ഇഫക്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ തന്നെ വിളിക്കുന്ന വേറൊരു പേരാണ് റിലാക്സേഷൻ ഇഫക്റ്റ്. അസിമെട്രിക് ഇഫക്റ്റിന്റെ തന്നെ മറ്റൊരു പേരാണ് റിലാക്സേഷൻ ഇഫക്റ്റ്. അപ്പൊ എന്താണ് ഈ അസിമെട്രിക് ഇഫക്റ്റ് എന്നുള്ളത് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കേ, ഈച്ച് അയോൺ ഇൻ ആൻ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ ഈസ് സറൗണ്ടഡ് ബൈ an atmosphere of oppositely charged ions അല്ലേ? നമുക്കിപ്പോൾ അറിയാം, ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ചാർജുള്ള അയോണിനെ, ഇപ്പം നെഗറ്റീവ് ചാർജുള്ള ഒരു അയോൺ നമ്മൾ കൺസിഡർ ചെയ്താൽ അതിനെ സറൗണ്ട് ചെയ്യുന്നവരാരായിരിക്കും? പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആയിരിക്കും അല്ലേ? അല്ല, നമ്മളൊരു പോസിറ്റീവ് ചാർജുള്ള അയോണിനെ കൺസിഡർ ചെയ്താൽ അതിനെ കംപ്ലീറ്റ്ലി സറൗണ്ട് ചെയ്യുന്നത് ആരായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള അയോൺസ് ആയിരിക്കും അല്ലേ? അപ്പം യൂഷ്വലി നമ്മൾ ഒരു പർട്ടിക്കുലർ ചാർജുള്ള അയോണിനെ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് ചാർജ് ഉള്ളവരായിരിക്കും കംപ്ലീറ്റ്ലി അതിനെ സറൗണ്ട് ചെയ്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഓക്കെ, when the electric field is not applied, the ionic atmosphere is symmetrical. ഇപ്പം ഞാൻ പുറത്ത് നിന്നൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തിട്ടില്ല എങ്കിൽ ഇതൊരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമായിട്ട്, അതായത് നടേ പോസിറ്റീവ് ചാർജ് നടുക്ക് കോൺസെൻട്രേറ്റ് ചെയ്തെങ്കിൽ അതിന് ചുറ്റും സിമെട്രിക്കലായിട്ട് ഓപ്പോസിറ്റ് ചാർജ് ആയിട്ടുള്ള നെഗറ്റീവ് ചാർജ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലായിരിക്കും അവർ എക്സിസ്റ്റ് ചെയ്യുന്നത്. എപ്പോഴാണിത്? ഞാനൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുക്കാത്ത സമയത്ത്. ഓക്കെ, ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാത്ത സമയത്ത്. ഇനി ഞാൻ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്നു. ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ
പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഓപ്പോസിറ്റ് ചാർജസ് ആണല്ലേ. പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഒരു പെർട്ടിക്കുലർ ഡയറക്ഷൻസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ നെഗറ്റീവ് ചാർജിന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവും, പോസിറ്റീവ് ചാർജ് ഇവിടെ ഇരിക്കുവാണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റിലോട്ട്, നെഗറ്റീവ് ചാർജ് എല്ലാം കൂടെ അതിന്റെ ഓപ്പോസിറ്റിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പൊ ഇലക്ട്രിക് ഫീൽഡ് ഒന്നും എക്സ്റ്റേണലി നമ്മൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നടുക്ക് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ അതിന് ചുറ്റും സിമിട്രിക്കൽ ആയിട്ട് നെഗറ്റീവ് ചാർജ് വന്ന് ചുറ്റും കൂടി നിൽക്കും. ഇൻ കേസ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴാണ് ഈ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യും. അപ്പം നെഗറ്റീവ് ചാർജ് എല്ലാവരും ഓപ്പോസിറ്റ് ചാർജ് അല്ല, അവർക്കും ഇലക്ട്രിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് വരുമ്പോൾ എന്തിന് ഉള്ള ഒരു എബിലിറ്റി കിട്ടും, പോസിറ്റീവ് ചാർജ് എവിടാണോ അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി കിട്ടും. അപ്പം നമ്മളൊരു ഇലക്ട്രിക്കൽ ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഉണ്ടാവുന്ന ചേഞ്ച് ആണ് സെക്കൻഡ് ഫിഗറിൽ കൊടുത്തിട്ടുള്ളത്. പോസിറ്റീവ് ചാർജ് ഒരു എൻഡിലോട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന നെഗറ്റീവ് ചാർജ് എല്ലാം കൂടെ എന്ത് ചെയ്തു, അതിന്റെ പോസിറ്റീവ് ചാർജിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, as a result the symmetry of the ionic atmosphere is destroyed and become asymmetric ionic atmosphere അല്ലേ. അപ്പൊ എന്ത് സംഭവിച്ചു, ഈ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് ഇങ്ങനെ ഇരുന്ന സിമെട്രിക്കൽ സ്ട്രക്ചർ പിന്നെ ഉണ്ടോ, ഇല്ല. അവരുടെ സിമെട്രിക്കൽ സ്ട്രക്ചർ നഷ്ടപ്പെട്ടു. അവരൊരു അസിമെട്രിക് സ്ട്രക്ചർ ആയിട്ട് അല്ലെങ്കിൽ ഒരു അസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലേക്ക് അവർ മാറി. ഓക്കെ, in the rear അല്ലെങ്കിൽ back of the moving ion there will be an excess of negatively charged ions, therefore the central positive ion which is moving experiences a backward pull. അപ്പോൾ this effect thus decrease the mobility of the ion and this effect is known as asymmetric effect. അപ്പം ഇങ്ങനെ ഒരു അസിമെട്രിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത സമയത്ത്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്നാലും അതിന്റെ ഓപ്പോസിറ്റിൽ ആരുണ്ട്, നെഗറ്റീവ് ചാർജ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് എന്തിനു ശ്രമിച്ചുകൊണ്ടിരിക്കും, ഈ നെഗറ്റീവ് ചാർജ് ഒരു ബാക്ക്വേർഡ് പുള്ള് ഇൻഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. പോസിറ്റീവ് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യാൻ ഇങ്ങനെ താല്പര്യത്തോടെ നിൽക്കുകയാണ്. അപ്പം അതിന് ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജ് എല്ലാം കൂടി ഇപ്പുറത്ത് വന്നൊരു കൂട്ടമായി അവരെന്ത് ചെയ്യുന്നു, ഇയാളെ ഇങ്ങോട്ട് വലിക്കും. അതായത് പോസിറ്റീവ് എത്രത്തോളം അങ്ങോട്ട് പോകാൻ ശ്രമിക്കുന്നോ അതിനനുസരിച്ച് ഇവിടെ കൂട്ടം കൂടിക്കുന്ന നെഗറ്റീവ് എല്ലാം കൂടെ ഇയാളെ ഇങ്ങോട്ട് വലിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇയാൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസിന്? ഇല്ല. അവരുടെ മൊബിലിറ്റി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ആൻഡ് ആ മൊബിലിറ്റി എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്തത്, എന്തുകൊണ്ടാണ് ഡിക്രീസ് ചെയ്തത്, ഈ ഒരു അസിമിട്രി അവിടെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് അല്ലെ. ഇപ്പൊ സിമിട്രിക് ആയിട്ട് ഇരുന്ന സമയത്ത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. അസിമിട്രി ആയ സമയത്താണ് ഇവിടെ പോസിറ്റീവ് ഒറ്റയ്ക്കുമായി അപ്പുറത്ത് നെഗറ്റീവ് എല്ലാം കൂടെ ഒരു കൂട്ടവുമായി. അപ്പൊ നെഗറ്റീവ് എല്ലാം കൂടി ഇവരെ ബാക്കിലോട്ട് വലിക്കാനായിട്ട് ശ്രമിക്കും. അപ്പൊ അയാൾക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പൊ അവരുടെ മൊബിലിറ്റി എന്ത് ചെയ്തു, റെഡ്യൂസ് ചെയ്തു. അപ്പൊ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ അവരുടെ മൊബിലിറ്റി റെഡ്യൂസ് ചെയ്യാനായിട്ടുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ അസിമെട്രിക് ഇഫക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതല്ലായിരുന്നോ നമ്മുടെ ചോദ്യത്തിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതല്ലായിരുന്നു ചോദ്യത്തിനകത്ത്. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഈസ് ദ കോസ് ഓഫ് ഇൻക്രീസ് ഇൻ മോളാർ കണ്ടക്ടൻസ് വിത്ത് ഡൈല്യൂഷൻ ഇൻ കേസ് ഓഫ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ മൊബിലിറ്റി കുറവാണ് ഡ്യൂ ടു അസിമെട്രിക് ഇഫക്റ്റ്. സോ അവരെ ഡൈല്യൂഷൻ നടത്തുന്ന സമയത്ത് അവരുടെ മൊബിലിറ്റി കൂടിയിട്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. അതേതാ ലോ ആണ് അല്ലെങ്കിൽ ഏത് ഇഫക്റ്റ് ആണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അസിമെട്രിക് ഇഫക്റ്റ്. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസിനകത്ത് വേറെ 2-3 ഇഫക്റ്റ് ഉണ്ട്, അതും കൂടെ എന്താണെന്ന് നമുക്ക് നോക്കാം. വെയിൻ ഇഫക്റ്റും കൊടുത്തിട്ടുണ്ട്, ഖാരാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഖാരാഷ് ഇഫക്റ്റിന്റെ തന്നെ മറ്റൊരു പേരാണ് പെറോക്സൈഡ് ഇഫക്റ്റ് കേട്ടോ. അത് രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം അതുകൂടെ എന്താണെന്ന്. വെയിൻ ഇഫക്റ്റ് എന്താണെന്ന് നോക്കിക്കേ, അതും പല പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ്. വെയിൻ ഇഫക്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കണം. The Wien effect is the experimentally observed increase in the ionic mobility or conductivity of the electrolyte at a very high gradient of electrical potential. ഇവിടെ വെയിൻ ഇഫക്റ്റിൽ എന്താണ്, ഇൻക്രീസ് ഇൻ അയോണിക് മൊബിലിറ്റി തന്നെയാണ്. ഓക്കെ, അയോണിക് മൊബിലിറ്റിയിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് തന്നെയാണ്, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഓഫ് ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാവുന്ന ഇൻക്രീസ് തന്നെയാണ് വെയിൻ ഇഫക്റ്റിലും എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ എങ്ങനെയാണ് ഇവിടെ ഈ പറയുന്ന കണ്ടക്ടിവിറ്റിയിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്? ഒരു ഹൈ ഗ്രേഡിയന്റ് ഓഫ് ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഒരു ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ഉണ്ടായിട്ടുള്ള കണ്ടക്ടിവിറ്റിയിലുള്ള ഇൻക്രീസ് ആണ്. ഓക്കെ, ഡൈല്യൂഷൻ വഴി ഉണ്ടായ ഇൻക്രീസ് ആണോ? അല്ല. ഡൈല്യൂഷൻ വഴി ഉണ്ടായ കണ്ടക്ടിവിറ്റിയിൽ ഇൻക്രീസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അസിമെട്രിക് ഇഫക്റ്റ്. വെയിൻ ഇഫക്റ്റിലും എന്താണ്, ഇൻക്രീസ് ഇൻ മൊബിലിറ്റി ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി ആണ്. പക്ഷെ അവിടെ ഇൻക്രീസ് ഉണ്ടായത് ഡൈല്യൂഷൻ വഴിയാണോ? അല്ല. നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് വെയിൻ ഇഫക്റ്റിൽ ഇൻക്രീസ് ഇൻ മൊബിലിറ്റി ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ കണ്ടക്ടിവിറ്റി എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പം ഓർത്ത് വെച്ചേക്കേണ്ട കാര്യം ഇതാണ്, വെയിൻ ഇഫക്റ്റ് ആയാലും അസിമെട്രിക് ഇഫക്റ്റ് ആയാലും രണ്ടിടത്തും എന്താണ്, ഇൻക്രീസ് ഇൻ മൊബിലിറ്റി ഓഫ് അയോൺസ് ആണ് അല്ലെങ്കിൽ ഇൻക്രീസ് ഇൻ
കണ്ടക്ടിവിറ്റി ഓഫ് അയോൺസ് ആണ് ഉണ്ടാവുന്നത്. പക്ഷെ അത് ഉണ്ടാവാനായിട്ടുള്ള റീസൺ രണ്ടിടത്തും രണ്ടാണ്. അസിമെട്രിക് ഇഫക്റ്റിനകത്ത് ഡൈല്യൂഷൻ കാരണമാണ് ഈ കണ്ടക്ടിവിറ്റിയിലുള്ള ഇൻക്രീസ് അല്ലെങ്കിൽ മൊബിലിറ്റി ഓഫ് അയോൺസിലുള്ള ഇൻക്രീസ് ഉണ്ടായത്. പക്ഷെ വെയിൻ ഇഫക്റ്റിനകത്ത് നമ്മളൊരു വോൾട്ടേജ് അപ്ലൈ ചെയ്തതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ചേഞ്ച് സംഭവിച്ചത്. ഓക്കെ, ആ ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, ദെൻ അടുത്തത് ഖറാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ്. അത് രണ്ടും സെയിം ആണ്, സെയിം ഫിനോമിനയുടെ രണ്ട് പേരുകളാണ് കേട്ടോ. ഇനി ഖറാഷ് ഇഫക്റ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ പെറോക്സൈഡ് ഇഫക്റ്റ്. അത് നമ്മുടെ ആന്റി മാർക്കോണിക്കോ റൂൾ ഇല്ലേ, മാർക്കോണിക്കോ റൂള്, ആന്റി മാർക്കോണിക്കോ റൂള് നമ്മൾ പ്ലസ് ടുവിലൊക്കെ പഠിച്ചിട്ടുള്ളതാ അല്ലേ. ആന്റി മാർക്കോണിക്കോ റൂള് തന്നെയാണ് പെറോക്സൈഡ് ഇഫക്റ്റ് അല്ലെങ്കിൽ ഖറാഷ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കോണിക്കോ റൂൾ വെച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ ഒരു ആൽക്കീനിലേക്ക് ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള ഒരു സ്പീഷീസിലേക്ക് ഒരു HBr നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തോട്ട് ഹൈഡ്രജൻ പോവും, ആൻഡ് ഹൈഡ്രജൻ കുറവുള്ളിടത്തോട്ട് ബ്രോമിൻ പോവും. അത് മാർക്കോണിക്കോവ് റൂൾ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് ആന്റി മാർക്കോണിക്കോവ് റൂൾ. അതിനെയാണ് ഖറാഷ് ഇഫക്റ്റ് അല്ലെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു പെറോക്സൈഡിന്റെ പ്രസൻസിൽ നമ്മളൊരു ആൽക്കീനിലേക്ക് ഒരു HBr ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തോട്ടല്ല ഹൈഡ്രജൻ പോകുന്നത്, മറിച്ച് ഹൈഡ്രജൻ കുറവുള്ളിടത്തോട്ട് ഹൈഡ്രജൻ പോവുകയും ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തോട്ട് ബ്രോമിൻ പോവുകയും ചെയ്യും അല്ലെ. അതാണ് ആന്റി മാർക്കോണിക്കോവ് റൂൾ അല്ലെങ്കിൽ ഖറാഷ് ഇഫക്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ പെറോക്സൈഡ് ഇഫക്റ്റ്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ഓക്കെ, സോ ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി, അസിമെട്രിക് ഇഫക്റ്റ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണേ. അടുത്ത ചോദ്യം നോക്കാം. ഇതും നമ്മുടെ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ ചോദ്യമാണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഒരു 8ഓളം ചോദ്യങ്ങളെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ കൂട്ടത്തിൽ തന്നെ 3 ചോദ്യങ്ങൾ സോളിഡ് സ്റ്റേറ്റ് കെമിസ്ട്രി എന്നാണ് വന്നിട്ടുള്ളത്. നോക്കിക്കേ, വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ എഡ്ജ് ലെങ്ത് ആൻഡ് അറ്റോമിക് റേഡിയസ് ഫോർ എ യൂണിറ്റ് സെൽ ഇൻ സിമ്പിൾ ക്യൂബിക് സിസ്റ്റം? ഒരു സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിൽ എഡ്ജ് ലെങ്തിനെ നമ്മൾ സാധാരണ A വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ആൻഡ് റേഡിയസിനെയാണ് R വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിൽ റേഡിയസ് R-ഉം എഡ്ജ് ലെങ്ത് A-യും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. R ഈസ് ഈക്വൽ ടു A/4 ആണോ, R ഈസ് ഈക്വൽ ടു A/2 ആണോ, R ഈസ് ഈക്വൽ ടു A/6 ആണോ, R ഈസ് ഈക്വൽ ടു A/8 ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ 3 ഇക്വേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ 3 ഇക്വേഷൻസ് നിങ്ങൾ കാണാതെ അങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, 3 ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. സിമ്പിൾ ക്യൂബിക്ക്, BCC, FCC ഈ 3 പേരുടെ കേസിലും റേഡിയസ് R-ഉം എഡ്ജ് ലെങ്ത് A-യും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, എഡ്ജ് ലെങ്ത് A-യും റേഡിയസ് R-ഉം തമ്മിലുള്ള റിലേഷൻ നമ്മുടെ 3 സിസ്റ്റംസിലും, അതായത് സിമ്പിൾ ക്യൂബിക്കിലും, ബോഡി സെന്റേർഡ് ക്യൂബിക്കിലും, ഫേസ് സെന്റേർഡ് ക്യൂബിക്കിലും ഉള്ള റിലേഷൻസ്. അപ്പം നോക്കി വെച്ചേക്കുക. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യം കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഈ 3 ക്രിസ്റ്റൽ സിസ്റ്റത്തിലും ഉള്ള നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് നമുക്ക് ചിലപ്പം ചോദിക്കാം. നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ല് സിമ്പിൾ ക്യൂബിക് സിസ്റ്റത്തിന്റെ കേസിലാണ് എന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിന്റെ വാല്യൂ വരുന്നത് 1 ആണ്. BCCയിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിന്റെ വാല്യൂ 2 ആണ്. ആൻഡ് FCCയിലാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിന്റെ വാല്യൂ വരുന്നത് 4 ആണ്. അതുകൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അത് നമുക്ക് ചിലപ്പം ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. സിമ്പിൾ ക്യൂബിക് അല്ലെങ്കിൽ BCC അല്ലെ FCCയുടെ കേസിൽ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെല്ലിന്റെ വാല്യൂ 1, 2, 4 അത് പഠിച്ചു വെച്ചേക്കുക. ദെൻ ഇത് നോക്കി വെച്ചേക്കുക. ഇവിടെ നമുക്ക് ആൻസർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ A എഡ്ജ് ലെങ്ത്തും R റേഡിയസ്. സാധാരണ ക്യാപിറ്റൽ R അല്ല കേട്ടോ, സ്മോൾ R ആണ് നോർമലി യൂസ് ചെയ്യുന്നത്. ഇവിടെ ഇക്വേഷനകത്ത് ക്യാപിറ്റൽ R കൊടുത്തേക്കുന്നേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ A ഈസ് ഈക്വൽ ടു 2R ആണ്. BCCയുടെ കേസിൽ ഇവർ തമ്മിലുള്ള റിലേഷൻ A ഈസ് ഈക്വൽ ടു 4R/√3 ആണ്. A ഈസ് ഈക്വൽ ടു 4R/√3 ആണ്. ഇനി FCCയുടെ കേസിൽ വരുമ്പോഴോ 2√2R ആണ് കേട്ടോ. A ഈസ് ഈക്വൽ ടു 2√2R ആണ്. ഓക്കെ, അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ A ഈസ് ഈക്വൽ ടു 2R, BCCയുടെ കേസിൽ A ഈസ് ഈക്വൽ ടു 4RA/√3 ആൻഡ് FCCയുടെ കേസിൽ വരുമ്പോൾ A ഈസ് ഈക്വൽ ടു 2√2R. ഓക്കെ, ഈ 3 ഇക്വേഷൻസ് കാണാതെ പഠിച്ചു വെച്ചേക്കുക. ദെൻ നമുക്കിവിടെ എയും ആറും തമ്മിലുള്ള റിലേഷൻ അല്ലേ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ നിങ്ങൾ, സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിലാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്യൂബിക് ആവുമ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു, സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ ഇക്വേഷൻ എന്താ വരുന്നത്, A ഈസ് ഈക്വൽ ടു 2R എന്നാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പൊ ഇവിടെ R ഈസ് ഈക്വൽ ടു എന്നാണ് ഓപ്ഷൻസ് തന്നേക്കുന്നത്. അപ്പൊ R ഈസ് ഈക്വൽ ടു എന്താ, A/2
2 ആണ്. R is equal to A by 2 ആണ്. സിമ്പിൾ ക്യൂബിക്കിന്റെ കേസിൽ എഡ്ജ് ലെങ്ത്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ, അതായത് ഓപ്ഷൻ ബി R is equal to A by 2 എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി കേട്ടോ, അതാണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. Which one of the following liquid has the highest molar heat of vaporization? ഇവിടെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. എത്തനോൾ, ഈതർ, വാട്ടർ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. അപ്പോൾ ഈ 4 പേരുടെ കൂട്ടത്തിൽ ആർക്കാണ് ഹയസ്റ്റ് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എത്തനോൾ ആണോ, വാട്ടർ ആണോ, ഈതർ ആണോ, ഹൈഡ്രജൻ ഫ്ലൂറൈഡ് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ, ഹയസ്റ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ മീൻസ് നമുക്ക് അവരെ സ്പ്ലിറ്റ് ചെയ്ത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറ്റണം അല്ലേ. അപ്പം ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമുക്ക് ഈസി ആയിട്ട് വേപ്പറൈസ് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് അവരെ വേപ്പറൈസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ വീക്കായിട്ടുള്ള ബോണ്ടുള്ള ഒരു സ്പീഷീസിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, വീക്ക് ബോണ്ടുള്ള ഒരു സ്പീഷീസിനെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ അവരെ നമുക്ക് വേപ്പറൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുമോ? ഇല്ല. അപ്പം അതാണ് ബേസിക് കൺസെപ്റ്റ്. സ്ട്രോങ് ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൊടുത്ത് മാത്രമേ അവരെ വേപ്പറൈസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, പക്ഷെ വീക്കായിട്ടുള്ള ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്രത്തോളം ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, ലോ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ മതി. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ബോണ്ട് വരുന്ന സമയത്താണ് സ്ട്രോങ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മളോട് ചോദിച്ചിരുന്നത് ഹയസ്റ്റ് മോളാർ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എവിടെയാണ് വേണ്ടി വരുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? എവിടെയാണ് ഹയസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട്? ഇതെല്ലാം ഹൈഡ്രജൻ വരുന്ന സ്പീഷീസ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ് സ്ട്രോങ്ങർ ആയിട്ട് എവിടെയാണോ ഉള്ളത് അവിടെ ആയിരിക്കും നമുക്ക് ഹയസ്റ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതെവിടെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കണം. നോക്കിക്കേ, hydrogen fluoride forms strongest hydrogen bonds which gives it the high heat of vaporization compared to other hydrogen halides. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ HF കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനും ഹൈലി ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസ് ആണ് ഫ്ലൂറിൻ അല്ലെ. അവർക്കിടയിലാണ് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. ഇപ്പം വാട്ടറിന്റെ കേസ് എടുത്താൽ തന്നെ H2O, ഹൈഡ്രജനും ഓക്സിജൻ ആണ് ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസ് ആയിട്ട് വന്നിരിക്കുന്നത്. പക്ഷെ ഓക്സിജനെക്കാട്ടിലും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആളാണ് ഫ്ലൂറിൻ അല്ലെ. അപ്പൊ ഹൈഡ്രജനും ഓക്സിജനും ഉള്ളതിനെക്കാട്ടിലും ഹൈഡ്രജനും ഫ്ലൂറിനും തമ്മിലാണ് ഒരു സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻ ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ആവശ്യമായിട്ട് വരുന്നത് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ചെറിയൊരു കാര്യം കൂടെ അവിടെ എക്സ്ട്രാ വരുന്നുണ്ട്. നോക്കിക്കേ, which gives the highest heat of vaporization compared to other hydrogen halides. However, a single water molecule can form up to 4 hydrogen bonds while a single HF molecule can form only 2, making water's intermolecular forces overall and giving it a higher molar heat of vaporization. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പം എത്തനോൾ അതിനെക്കാട്ടിലും എല്ലായിടത്തും നമുക്ക് ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ്. ഇപ്പോൾ വാട്ടറിൽ എടുത്താൽ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലാണ് ബോണ്ട് ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ HF വന്നപ്പോഴത്തേന് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് സ്പീഷീസുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്തു HF ആണ് സ്ട്രോങ്ങസ്റ്റ് ബോണ്ട്, സോ സ്ട്രോങ്ങസ്റ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ HF വേണ്ടി വരുന്നതെന്ന്. പക്ഷെ എന്താ പ്രശ്നം പറ്റിയത്? HFന്റെ കേസിൽ പരമാവധി 2 ഹൈഡ്രജൻ ബോണ്ട്സ് മാത്രമേ, ഇപ്പൊ HF ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തോട്ടൊരു H ഇപ്പുറത്തോട്ടൊരു F അല്ലെ, പരമാവധി ഒരു HFൽ നിന്ന് 2 ഹൈഡ്രജൻ ബോണ്ട്സ് മാത്രമേ ഫോം ചെയ്യുന്നുള്ളൂ. പക്ഷെ വാട്ടറിന്റെ കേസ് എടുത്തപ്പോഴത്തേനോ H2O ആണ് അല്ലെ. അപ്പൊ ഇവർക്ക് പരമാവധി 4 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കാനായിട്ടുള്ള പോസിബിലിറ്റി വാട്ടർ മോളിക്യൂൾസിനുണ്ട് അല്ലെ. അപ്പൊ HF 2 ഹൈഡ്രജൻ ബോണ്ട്സ് ഉണ്ടാക്കുന്ന സമയത്ത് വാട്ടർ 4 ഹൈഡ്രജൻ ബോണ്ട്സ് ഫോം ചെയ്യിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ 2നെക്കാട്ടിൽ എപ്പോഴും സ്ട്രോങ്ങർ ആയിട്ട് വരുന്നത് 4 ഹൈഡ്രജൻ ബോണ്ട്സ് വരുന്ന കേസ് ആയിരിക്കത്തില്ലേ. അതുകൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് ഹൈഡ്രജൻ ബോണ്ട് വാട്ടറിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ സ്ട്രോങ്ങസ്റ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് വാട്ടറിന്റെ കേസിലായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ കാര്യം? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് HF ആണ്, പക്ഷേ HFൽ പരമാവധി 2 ഹൈഡ്രജൻ ബോണ്ട്സേ വരുന്നുള്ളൂ. വാട്ടറിൽ എടുക്കുമ്പോൾ പരമാവധി 4 ഹൈഡ്രജൻ ബോണ്ട്സ് വരുന്നുണ്ട്. സോ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതിൽ നിന്നും വിഭിന്നമായിട്ട് അവിടെ കുറച്ചും കൂടെ സ്ട്രോങ്ങർ ആയിരിക്കും ബോണ്ട്. സോ നമ്മൾ കുറച്ചും കൂടെ ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ അപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ അവരെ നമുക്ക് ബ്രേക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, സോ അവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്?
ഓപ്ഷൻ സി വാട്ടർ ആണ് ശരിയായിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കി ചോദ്യങ്ങളുണ്ട്, അത് നമുക്ക് വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.